ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു മേക്കപ്പ് പ്ലസ് കല്യാണം വ്ളോഗായിരിക്കും. ഇന്ന് നമുക്കൊരു കല്യാണമുണ്ട്. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് കുളിച്ചിട്ട് വന്നോട്ടെ. രാവിലെ കുറച്ച് നേരത്തെ എണീറ്റ്, കാരണം നമുക്ക് നേരത്തെ പോകണം. അപ്പോൾ ഞാൻ കുളിച്ചു, ഹെയറൊക്കെ ഓൾമോസ്റ്റ് ഞാൻ ഡ്രൈ ചെയ്തു. ഇപ്പോൾ അധികം ലെങ്ത് ഇല്ലാത്ത കാരണം വലിയ കുഴപ്പമില്ല എനിക്ക്. ഓക്കെ, ഞാൻ എക്സ്ട്രാ ലൈറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ലൈറ്റ് കുറവാണ്, പിന്നെ നല്ല മഴക്കാറുണ്ട്. ഇന്ന് ഞാൻ ഈ ഒരു കളർ സാരിയാണ് വെയർ ചെയ്യാൻ പോകുന്നത്. എൻ്റെ ലൈഫിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ കളർ സാരി വെയർ ചെയ്യുന്നത്. ഒരു പീച്ച് പിങ്ക് കളറാണ്. ഇതെൻ്റെ ചേച്ചിക്ക് കല്യാണത്തിന് കിട്ടിയതാണ്. പക്ഷേ ചേച്ചി ഒരു സാരി ലവർ അല്ലാത്ത കാരണം പിന്നെ ചേച്ചി കിട്ടിയ സാരിയൊക്കെ ഞാനും അമ്മയും കൂടിയിട്ടാണ് എടുത്തത് കേട്ടോ. അപ്പോൾ അതിലൊരു സാരിയാണ് ഇത്. ഇത് ചേച്ചിയുടെ മെഷർമെൻറ്റ്സിലാണ് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവൾ ഒരു വട്ടം പോലും വെയർ ചെയ്തില്ല. സ്റ്റിച്ചൊക്കെ ഞാൻ റിമൂവ് ചെയ്ത് ഇപ്പം ഞാൻ വെയർ ചെയ്തു. അത് കാരണം തന്നെ കഴുത്ത് ഭയങ്കരമായിട്ട് കയറിയിട്ടാണ് കേട്ടോ. അവളുടെ കഴുത്ത് എപ്പോഴും ബ്ലൗസിൻ്റെ ഒക്കെ കയറിയിട്ടായിരിക്കും, ബാക്ക് ഓൾസോ കയറിയിട്ടാണ്. എനിക്കാണെങ്കിൽ കഴുത്ത് ഭയങ്കര ഇറങ്ങിയിട്ടുള്ള വൈഡായിട്ടുള്ള കഴുത്താണ് ഇഷ്ടം. പക്ഷേ അവൾക്ക് നേരെ ഓപ്പോസിറ്റാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോ തന്നെ. ഞാൻ എൻ്റെ ഹെയർ ഒന്ന് കെട്ടി വെച്ചു കേട്ടോ, ഒരു ക്രാബ് ഇട്ട് വെച്ചു, കാരണം ഫേസിലേക്ക് ഹെയർ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് തന്നെ അപ്ലൈ ചെയ്യുന്നത് ഫ്ലിക്കയുടെ ഈ ഒരു പ്രൈമർ മോയ്സ്ചറൈസർ ക്രീമാണ്. നമുക്കധികം സമയമില്ല കേട്ടോ. എനിക്ക് 1.5 മണിക്കൂറാണ് ടോട്ടൽ അമ്മ സമയം തന്നേക്കുന്നത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും മേക്കപ്പിനും എല്ലാം കൂടിയിട്ട്. കാരണം ഇപ്പം തന്നെ 9 മണിയായി. നമുക്ക് 9:30 വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്നാണ് പറഞ്ഞത്. സോ ഞാൻ ഭയങ്കര സ്പീഡിലായിരിക്കും ഇന്ന് മേക്കപ്പ് ചെയ്യുന്നുണ്ടാവുക. എക്സ്പ്ലെയിൻ ചെയ്ത് ചെയ്യാൻ സമയമില്ല. ഓക്കെ, ഈ ഒരു ക്രീം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് ഇതുപോലെ അങ്ങനെ തിളങ്ങും. ഗ്ലാസ് സ്കിൻ എന്നൊക്കെ പറയില്ല, അതുപോലെ ആവും കേട്ടോ. ജസ്റ്റ് ഇതൊന്ന് ഡ്രൈ ആയിട്ട് വേണം എനിക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാൻ. ഈ മിനി ഫാൻ ഞാൻ എൻ്റെ കല്യാണത്തിന് മേടിച്ചതാണെങ്കിലും കല്യാണത്തിന് എനിക്ക് ഇത് യൂസ് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നില്ല. കാരണം ഇത് ആ സമയത്ത് ഞാൻ എടുത്തില്ല, എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. ലിപ് ബാം ഇല്ലാത്ത കാരണം ഇതിപ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുക. നെക്സ്റ്റ് ഞാൻ കൺസീൽ ചെയ്യാണ് കേട്ടോ. ഇത് മെബ്ലൈൻ്റെ ആണ്. എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഡാർക്ക് സർക്കിൾ വന്നിട്ടുണ്ട്. ഉറക്കം ചെറുതായിട്ട് കുറവാണ് കേട്ടോ, ഇപ്പോൾ അതിൻ്റെയാണ്. എൻ്റെ മേക്കപ്പ് പ്രൊഡക്ട്സ് ഒരുവിധം എല്ലാം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. ഇപ്പം ഞാനുള്ളത് എൻ്റെ വീട്ടിലാണ് കേട്ടോ. സോ ഞാൻ കുറച്ച് ഐറ്റംസ് മാത്രമാണ് ഇന്നെടുത്തിട്ട് പോകുന്നത്. അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു മേക്കപ്പ് ആയിരിക്കും. കാര്യമായിട്ടുള്ള ടൂൾസോ കാര്യങ്ങളോ ഒന്നും എടുക്കാണ്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. മേക്കപ്പ് ബ്രഷ് കാര്യങ്ങളൊക്കെ ബ്ലെൻഡറൊക്കെ ഈ ഒരു പഫ് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. സോ നമുക്ക് ഇന്ന് ഫുള്ള് ഇത് വെച്ച് ബ്ലെൻഡ് ചെയ്യണം. പുറത്ത് നല്ല മഴയാണ്. എനിക്കിങ്ങനെ മഴയത്തൊക്കെ പുറത്ത് പോകുന്നത് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ ഇത് നമുക്ക് എന്തായാലും പോകേണ്ട ഒരു കല്യാണമാണ്. അച്ഛൻ്റെ ക്ലോസ് ഫ്രണ്ടിൻ്റെ മോൻ്റെ കല്യാണമാണ്. ആൻഡ് അമ്മയുടെ ഗ്രൂമിൻ്റെ അമ്മയാണെങ്കിൽ അമ്മയുടെ ഫ്രണ്ടാണ്. ആൻഡ് ബ്രൈഡ് ചേച്ചിയുടെ ക്ലാസ്മേറ്റാണ്. നമുക്ക് മൊത്തത്തിൽ എല്ലായിടത്തു നിന്നും ഒരു ക്ഷണമുള്ളൊരു കല്യാണമാണ് കേട്ടോ. നന്നായിട്ട് ബ്ലെൻഡായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് അപ്ലൈ ചെയ്യുന്നത് ഈ ഫൗണ്ടേഷനാണ്. ഇത് മെബ്ലൈൻ്റെയാണ്. ഞാനിതിൻ്റെ പുറത്ത് കുറേ പോയിട്ടുണ്ട്, അപ്പോൾ അത് വെച്ചിട്ട് ആദ്യം അപ്ലൈ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഞാൻ ക്യാമറയിൽ നോക്കിയിട്ടായിരിക്കില്ല സംസാരിക്കുന്നുണ്ടാവുക, കാരണം ഇവിടെ എക്സ്ട്രാ മിററൊന്നുമില്ല. ഈ ഒരു ബാക്കിലുള്ള മിററേ ഉള്ളൂ. അവിടെ നമുക്കങ്ങനെ ഫോണിൻ്റെ സ്റ്റാൻഡും വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് ജസ്റ്റ് ഞാൻ ഇങ്ങോട്ട് നോക്കി സംസാരിക്കുന്നത് കൂടുതൽ ഞാൻ ഇവിടെ നോക്കിയിട്ടായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. ഡാർക്ക് സർക്കിൾ നല്ലോണം ഹൈഡായിട്ടോ. ആ ഒരു ഒറ്റ കൺസീലറിൽ തന്നെ എല്ലാം ഹൈഡായി. എന്നാലും ഞാൻ കുറച്ച് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. എൻ്റെ ക്യാമറ താഴ്ന്ന് വരുന്നുണ്ടോ എന്നൊരു സംശയം. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ബ്ലെൻഡറോ ബ്രഷോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. സോ നമ്മുടെ കൈ തന്നെയാണ് ഇന്നത്തെ ആയുധം. കുറേ കാലത്തിന് ശേഷമാട്ടോ ഞാൻ കൈ കൊണ്ട് മേക്കപ്പ് അപ്ലൈ ചെയ്യണേ. അപ്പോൾ കുറച്ചായിട്ട് ഞാൻ ടൂൾസ് വെച്ചിട്ടാണ് മേക്കപ്പ് അപ്ലൈ ചെയ്യാറുള്ളത്. മുന്നൊക്കെ ഞാൻ കൈ കൊണ്ട് തന്നെയായിരുന്നു. പിന്നെ ആരൊക്കെയോ കമൻറ്റ് ബോക്സിൽ പറഞ്ഞിരുന്നു ടൂൾസ് വെച്ച് അപ്ലൈ ചെയ്താൽ കുറച്ചും കൂടി അടിപൊളിയാവുന്നു. സോ അങ്ങനെയാണ് ഞാൻ ടൂൾസൊക്കെ വെച്ച് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയത്. കൊള്ളാം ടൂൾസൊക്കെ വെച്ച് അപ്ലൈ ചെയ്യുമ്പോൾ. പക്ഷേ കുറേ കാലമായിട്ട് കൈ കൊണ്ട് ശീലമായിട്ട് എനിക്ക് അങ്ങോട്ട്
വരുന്നില്ല കഴിയാങ്ങട്. ഓക്കെ, നമുക്ക് നെക്കിലും കൂടെ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ രണ്ട് കളറായിട്ട് മാറും. ബ്ലൗസിൻ്റെ നെക്ക് നല്ല കയറിയ കാരണം കുറച്ച് അപ്ലൈ ചെയ്താൽ മതി. എനിക്കറിയില്ല കേട്ടോ ഏത് ചേച്ചി ഇങ്ങനെ ഇത്ര കയറിയിട്ടുള്ള നെക്കൊക്കെ ഇട്ടുണ്ടെങ്കിൽ എനിക്ക് ഒട്ടും കംഫർട്ടല്ല ചില സമയത്ത് ഇങ്ങനത്തെ നെക്കൊക്കെ. പക്ഷേ ഈ ഒരു സാരി അവൾ ഒരു വട്ടം പോലും വെയർ ചെയ്തിട്ടില്ല കേട്ടോ. അവൾക്ക് വേണ്ടി അമ്മ ബ്ലൗസൊക്കെ അവളുടെ അളവിൽ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നതാണ്. സ്റ്റിച്ച് ചെയ്യുമ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാവശ്യമില്ല, അവൾ വെയർ ചെയ്യില്ല. പക്ഷെ അമ്മയ്ക്ക് അവൾ തന്നെ കൊടുക്കണമായിരുന്നു. പക്ഷെ കൊടുത്തത് ഞാനാണ് കേട്ടോ. അവൾ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന്. അവൾക്ക് ഒന്നാമത് സാരി ഇഷ്ടമല്ല, പിന്നെ ഇങ്ങനത്തെ കളേഴ്സ് ഇഷ്ടമല്ല, സാരി ഡ്രേപ്പ് ചെയ്യാൻ അങ്ങനെ അറിയില്ല കേട്ടോ. കുറവാണ്, കാരണം ഞാനാണ് എപ്പോഴും എല്ലാത്തിനും കൂടുതൽ സാരി എടുക്കുന്നത്. അവൾ സാരി എടുക്കുന്നത് വളരെ കുറവാണ്. ഞാൻ ഈ പാക്കിൻ്റെ സെറ്റിംഗ് പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. സ്പെഷ്യലി അൺഡ്രൈസിലാണ്, കാരണം അവിടെ നല്ല രീതിക്ക് ഞാൻ കൺസീൽ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വിടാം ബാക്കി എല്ലായിടത്തും. കുഞ്ഞു കുഞ്ഞു ബേബി ഹെയർസ് കുറേ ഉള്ള കാരണം ഒക്കെ അങ്ങനെ മുഖത്തേക്ക് വരിക. എത്ര ഹെയർ ബോ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടും കാര്യമില്ല. ഐബ്രോസ് എങ്ങനെയുണ്ട്? ഞാൻ ഒറ്റയ്ക്ക് ഐബ്രോസ് ഷേപ്പ് ചെയ്താണ് കേട്ടോ. ഓക്കെ, നമ്മുടെ ബേസ് മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. സോ ഞാൻ ഐ മേക്കപ്പിലോട്ട് പോവുകയാണ്. എൻ്റെ സ്ഥിരം ഐഷാഡോ പാലറ്റിൽ നിന്ന് ഞാൻ കൈ കൊണ്ടാണ് കേട്ടോ അപ്ലൈ ചെയ്യണേ. ഈ ഒരു ഷെയ്ഡാണ് എടുക്കുന്നത്, ഏകദേശം നമ്മുടെ ഡ്രസ്സിൻ്റെ ഒരു കളർ. എന്നിട്ട് ഞാൻ ഔട്ടറിൽ നിന്ന് ഇന്നറിലേക്കാണ് കേട്ടോ ബ്ലെൻഡ് ചെയ്യണേ. വെയിറ്റ്, ഈ ലൈറ്റ് വെച്ച കാരണം കുറേ ഉള്ള പോലെ തോന്നുന്നു, പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഒന്നുമില്ല കേട്ടോ. കണ്ണിൻ്റെ ലൈറ്റ് വെച്ച കാരണം കുറേ ഉള്ള പോലെ തോന്നുന്നു, ഫേസിലെ മേക്കപ്പും അതുപോലെ തന്നെ ഐ ഷെയ്ഡൊക്കെ. പക്ഷെ നേരിട്ട് കാണുമ്പോൾ അധികമല്ലേ. ഓക്കെ, ഒരു കാര്യം ഞാൻ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ഇതിങ്ങനെ ഫോണിൽ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഐ ഷെയ്ഡ് ഇട്ട പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഒന്നുമില്ല കേട്ടോ. ഭയങ്കര എന്താ പറയുക, ന്യൂഡായിട്ടാണ് കിടക്കുന്നത്. എന്തോ ലൈറ്റ് വെച്ച കാരണമായിരിക്കാം ഇങ്ങനെ ഒരു ലൈറ്റ് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഞാനൊരു ഷിമറി ഷെയ്ഡാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. അതാ ഞാനിത് ഈ ഒരു ഭാഗത്തു നിന്നാണ് കേട്ടോ എടുക്കണം. നന്നായിട്ട് രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്യാം. നെക്സ്റ്റ് ഞാനൊരു ഡാർക്ക് ഷെയ്ഡ് എടുക്കുന്നുണ്ട്. ഞാനത് ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് വിചാരിക്കണം. എന്നിട്ട് നമ്മൾ ഐലൈനർ എഴുതണ ആ ഒരു ഭാഗമല്ല, ആ ഭാഗത്ത് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ചെറിയൊരു സ്മോക്കിയായി ചെയ്താലോ എന്നുള്ളൊരു പ്ലാൻ. വർക്കാവുമെന്നറിയില്ല, ജസ്റ്റ് ട്രൈ. ഭയങ്കര ലൈറ്റായിട്ടാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്തേക്കുന്നത്. എന്നിട്ട് നമുക്ക് ഐലൈനർ, ഞാൻ ഈ ഒരു ന്യൂഡ് ഷെയ്ഡ് കണ്ണിൻ്റെ ഈ ഒരു താഴ്ഭാഗത്ത്, അതായത് വാട്ടർ ലൈനിൻ്റെ ഭാഗത്ത് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, സത്യം പറഞ്ഞാൽ നേരത്തെ അപ്ലൈ ചെയ്ത ഒരു ഡാർക്ക് ഷെയ്ഡില്ല, ഒരു ബ്ലാക്ക് കളർ പോലത്തെ ഷെയ്ഡ്, അത് ശരിക്കും പറഞ്ഞാൽ ഫോണിൽ ഒന്നും കാണില്ല. പക്ഷെ ഞാൻ കണ്ണാടി നോക്കിയപ്പോഴാണ് കുറച്ചധികം ഉണ്ട് കേട്ടോ. അത് ഞാൻ തുടച്ചു കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഐബ്രോസ് സെറ്റ് ചെയ്യാം. ഞാൻ മാഴ്സിൻ്റെ പാലറ്റാണ് കേട്ടോ എടുത്തേക്കണം ഐബ്രോസ് സെറ്റ് ചെയ്യാൻ.
ഐബ്രോസ് ഞാൻ കാര്യമായിട്ടൊന്നും അധികം ചെയ്യുന്നില്ല. ഈ ഒരു തിക്നെസ്സിൽ തന്നെ ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ ലിപ്പ് കണ്ടോ ഭയങ്കര വെളുത്തിരിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഐലൈനർ അപ്ലൈ ചെയ്യാം. ഭയങ്കര തിന്നായിട്ട് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. എനിക്കറിയില്ല കേട്ടോ കറക്റ്റ് വരുമെന്ന്. കാരണം എപ്പോഴും ഞാൻ തിന്നായിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കും, ഭയങ്കര ഡാർക്കായിട്ട് വരും. ഓഹോ, എൻ്റെ കണ്ണിൻ്റെ ഉള്ളിൽ എങ്ങനെയോ എന്തോ ബ്ലാക്ക് കളർ ചെന്നിട്ടുണ്ട്. കണ്ണിൻ്റെ ഇവിടെയൊക്കെ വെള്ളത്തിൽ ബ്ലാക്ക് മിക്സ് ആയി. ലാസ്റ്റ് എഴുതാമെന്ന് വിചാരിക്കുന്നത്. കാരണം ഞാനത് തുടച്ചപ്പോൾ എൻ്റെ കണ്ണാകെ മൊത്തത്തിൽ അങ്ങോട്ട് ഇളകി. അപ്പോൾ കുറച്ചേരം അങ്ങനെ വിടാം. എനിക്കറിയായിരുന്നു ഞാൻ ലൈറ്റായിട്ട് എഴുതാമെന്ന് വിചാരിച്ചു, ഇതുപോലെ തിക്കായിട്ട് പോകും. അങ്ങനെ ഞാൻ 2 കണ്ണിലും ഐലൈനർ അപ്ലൈ ചെയ്തു. നെക്സ്റ്റ് മസ്കാരയാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. ഇത് ലാക്മിയുടെയാണ്. ഞാൻ പ്രൊഡക്ട്സ് എല്ലാം ടാഗ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഭാഗത്തായിരിക്കും ടാഗ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ മസ്കാര അപ്ലൈ ചെയ്തു. കണ്ണിൻ്റെ മേൽഭാഗത്തും അതുപോലെ തന്നെ കണ്ണിൻ്റെ താഴ്ഭാഗത്തും അപ്ലൈ ചെയ്തു. നെക്സ്റ്റ് ഞാൻ ബ്ലഷ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ പാലറ്റാണ് കേട്ടോ. ബ്ലഷ്, കോൺടൂർ, ഹൈലൈറ്റർ ഒക്കെ കൂടി വരുന്നൊരു പാലറ്റാണ്. എനിക്ക് തോന്നുന്നു സ്കിന്നിൽ ഞാൻ കൺസീലർ ഒഴിച്ച് കൺസീലറും ഫൗണ്ടേഷനും ലിക്വിഡാണ്. ബ്ലഷ് ഞാൻ പൗഡറാണ് കേട്ടോ എടുത്തേക്കുന്നത്. ലിക്വിഡ് ഉണ്ട്, പക്ഷെ ഞാൻ പൗഡർ എടുത്തു. അമ്മയുടെ വിളി വന്നിട്ടുണ്ട്. സോ നമുക്ക് കുറച്ചും കൂടി സ്പീഡാക്കാം. നെക്സ്റ്റ് അപ്ലൈ ചെയ്യുന്നത് ഇതാ ഹൈലൈറ്ററാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഹൈലൈറ്ററാണ്. ഇതിൽ നിന്ന് ചെയ്തെടുക്കണം. റോസ് ഗോൾഡ് എടുക്കാം കേട്ടോ അന്ന്. കാരണം എൻ്റെ സാരിയും ഒരു പിങ്കിഷ് സാരി ആയ കാരണം അത് മാച്ച് ഉണ്ടാകും കുറച്ചും കൂടി. ബ്ലഷ് ഇട്ട സ്ഥലത്ത് മാത്രമാണ് കേട്ടോ ഞാൻ ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാം. ഒരു ന്യൂഡ് ഷെയ്ഡാണ് എടുത്തേക്കണേ. വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് കേട്ടോ അപ്ലൈ ചെയ്തിട്ടുള്ള ലിപ്സ്റ്റിക്ക്. കാരണം കുറേ അപ്ലൈ ചെയ്തത് ഇത് വേറെ ഷെയ്ഡായിട്ട് മാറും. അതിൻ്റെ ഇടയിൽ മൈക്ക് ഓഫാക്കി എനിക്ക് ബാക്കി വീഡിയോസ് എടുക്കേണ്ട വന്നു കേട്ടോ. കാരണം അമ്മ ഭയങ്കരമായിട്ട് എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു, വായു സമയം പോകും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഞാൻ വേഗം സാരി ഡ്രൈപ്പ് ചെയ്തു. സാരി ഡ്രൈപ്പ് ചെയ്യാൻ എനിക്ക് പിന്നെ അധികം സമയം വേണ്ട. ഞാൻ ഭയങ്കര ഫസ്റ്റായിട്ട് എപ്പോഴും സാരി ഡ്രൈപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ഈ ഒരു സാരി ഞാൻ പ്രീപ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1 ലെയർ ആയിട്ടാണ് കേട്ടോ ഞാൻ ഡ്രൈപ്പ് ചെയ്യുന്നത്. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം 1 ലെയറാണ് എപ്പോഴും. ഓക്കെ, അപ്പോൾ ഞാൻ സാരി പെട്ടെന്ന് എടുത്തു കഴിഞ്ഞു. പിന്നെ ഞാൻ ജ്വല്ലറീസ് ഓരോന്നോരോന്നായിട്ട് ഇടുന്നുണ്ട്. ഗോൾഡാണ് കേട്ടോ ഇടുന്നത്. എൻ്റെ ആ ഒരു ലോങ് മാല ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ബാംഗിൾ ഇട്ടു. പിന്നെ ഞാനൊരു ജുമുക്ക ഇട്ടു കേട്ടോ. ഒരു കുഞ്ഞു ജുമുക്കയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു സാരി അല്ല കല്യാണത്തിന് ഡ്രേപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചത്. വേറൊരു ഗ്രീൻ സാരി ആയിരുന്നു. സോ ഞാൻ വലിയൊരു ഗ്രീൻ ജുമുക്കയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഗുരുവായൂർ വീട്ടിൽ നിന്ന്. പക്ഷേ പെട്ടെന്നാണ് ഈ ഒരു സാരി ഡ്രേപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു സാരി എനിക്കത് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതുവരെ എടുത്തതിൽ എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാരി ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഈ ഒരു സാരിയാണ് കേട്ടോ. അത്രയ്ക്ക് എനിക്കിഷ്ടമായി. അതുപോലെ തന്നെ നല്ല മെറ്റീരിയലാണ്, നല്ല കളറാണ്. കുറേ പേര് ഈ ഒരു സാരി കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട്, നല്ല ഷെയ്ഡാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ തന്നെ എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സാരി. ഇനി തൊട്ട് ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ വാങ്ങുമ്പോൾ എപ്പോഴും ലൈറ്റ് കളേഴ്സ് കൂടി ഞാൻ വാങ്ങാൻ ശ്രദ്ധിക്കും. കാരണം എപ്പോഴും ഞാൻ ഡാർക്ക് കളറാണ് കൂടുതലും വെയർ ചെയ്യാറുള്ളത്. നെക്സ്റ്റ് ടൈം തൊട്ട് ഞാൻ ലൈറ്റ് കളർ കൂടി ഞാൻ വെയർ ചെയ്യാൻ ശ്രദ്ധിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ സിന്ദൂരം തൊട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മേക്കപ്പ് ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ എനിക്ക് എന്താ പറയുക, മൈക്കൊക്കെ ഓഫാക്കി പെട്ടെന്നൊന്ന് റെഡി ആവേണ്ടി വന്നു. കാരണം എന്നെ കാണാണ്ട് അമ്മയൊക്കെ ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കി തുടങ്ങി, ലേറ്റായി എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഞാൻ വേഗം പോയിട്ട് എന്താ പറയുക, എന്താ ഞാൻ ചെയ്തത്, പൊട്ടിട്ടു, സിന്ദൂരം തൊട്ടു, അതുപോലെ തന്നെ കമ്മലിട്ടു. പിന്നെ എൻ്റെ വലിയ മാല ഉണ്ടല്ലോ,
അപ്പോൾ അതിട്ടു കല്യാണത്തിൻ്റെ. പിന്നെ ഇതാ ഈ ഒരു വള ഇട്ടു, പിന്നെ ഈ ഒരു റിങ് ഇട്ടു, അത്രേ ചെയ്തുള്ളൂ. പിന്നെ ഹെയർ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു മിനിറ്റ് ജസ്റ്റ് ഇങ്ങനെ അഴിച്ചിട്ടേക്കാണ്. അഴിച്ചിടണോ അതോ ഇങ്ങനെ എന്തെങ്കിലും ഇത് ഭംഗിയുണ്ടല്ലോ അല്ലേ, ഇതെല്ലാം സ്ഥിരം ഹെയർ സ്റ്റൈലാണ്. ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എൻ്റെ മേക്കപ്പും അതുപോലെ തന്നെ ഈ ഒരു സാരിയുടെ കളറും അടിപൊളി. ഞാൻ ഇത്രയും കാലം വിചാരിച്ചത് എനിക്ക് ലൈറ്റ് കളേഴ്സ് ഒട്ടും ചേരില്ല എന്നാണ്, പക്ഷേ ലൈറ്റ് കളേഴ്സ് എനിക്ക് നന്നായി ചേരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ലേ. ഡാർക്ക് കളേഴ്സിനോട് കൂടുതൽ എനിക്ക് ലൈറ്റ് കളേഴ്സാണ് ചേരുന്നത് തോന്നുന്നു. ഈ ഒരു കളർ സാരി അടിപൊളിയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 1 year ആയി ഇതിൻ്റെ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നു. പക്ഷേ എൻ്റെ സൈസ് അല്ലാത്തതുകൊണ്ട് ഞാൻ ഇടാണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അത് ശരിക്കും റിഗ്രറ്റാണ് തോന്നുന്നത് എനിക്ക്. കാരണം അടിപൊളി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതിനിടയിൽ ലൈറ്റൊന്നും ഓഫായിട്ടോ, പിന്നെ ലൈറ്റ് ഇല്ലാണ്ട് കുറച്ച് ക്ലിപ്പ് എടുക്കേണ്ട വന്നു. യെസ്, അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. നമുക്ക് സെറ്റിംഗ് സ്പ്രേ അടിക്കണം, അത് അടിച്ചിട്ടില്ല കേട്ടോ, പൊട്ടില്ലാത്ത കാരണം ഞാൻ സ്പ്രേ ഇതാണ് കേട്ടോ. ഇത് ഫിക്സിങ് സ്പ്രേ ആണോ, മാക്കിൻ്റെ ആണേ. ഓക്കെ ഓക്കെ മതി. കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് കുറച്ചടിച്ചാൽ മതി. ഓക്കെ, അങ്ങനെ എൻ്റെ മേക്കപ്പ് കംപ്ലീറ്റ് ആയി. ഭയങ്കര ഗ്ലാസ് സ്കിൻ പോലെ നിൽക്കുന്നുണ്ട്. ഹെയർ എന്തെങ്കിലും ചെയ്യണമല്ലേ? ഓക്കെ, ഹെയർ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. മുഖമൊക്കെ ഇങ്ങനെ ഇപ്പോൾ ലൈറ്റിൽ കുറച്ച് എന്താ പറയുക, മൂക്കിൻ്റെ തുമ്പത്തൊക്കെ ഭയങ്കര ചോന്നിരിക്കുന്നുണ്ട്. അത്രക്കൊന്നും ഇല്ല കേട്ടോ. ലൈറ്റിന് മുന്നിൽ കുറച്ച് ഓവർ മേക്കപ്പ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ, പക്ഷെ അത്രയ്ക്കില്ല, കുറച്ച് ലൈറ്റാണ്. ബേസൊക്കെ കറക്റ്റായി, ഒരു കേക്കി ലുക്കൊന്നുമില്ല. മേക്കപ്പിൻ്റെ ക്ലാസ്സിന് പോയ ഉപകാരമാണ് അതൊക്കെ. ഒരു ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ കുറച്ച് മേക്കപ്പ് ചെയ്യാൻ പഠിച്ചു. ഇഷ്ടമായി, എനിക്കെന്തോ ഇഷ്ടമായി ഇന്നത്തെ എൻ്റെ ലുക്ക്. ഓക്കെ, ഇത്ര മതി. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇനി ഹെയർ എന്തെങ്കിലും ചെയ്യണോ ഞാൻ, അതോ ഇങ്ങനെ അഴിച്ചിട്ടാൽ മതിയോ? പിന്നെ ഞാൻ ചാന്താണ് തൊട്ടേക്കണത്. ഇതിങ്ങനെ കയറി പോവാട്ട് ഇങ്ങനെ നിൽക്കുക, അത് കുറച്ച് ഇറക്കിയിട്ടത് ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക്. ഒന്നാമതേ എനിക്ക് നെക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഇങ്ങനെ കയറി കിടക്കുന്നത്. അതിൻ്റെ കൂടെ സാരിയും കൂടി കയറിക്കാൻ എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഹെയർ എന്തെങ്കിലും ചെയ്യാം. ഹെയർ എന്താ ചെയ്യാൻ, ഞാൻ സ്ലൈഡൊന്നും എടുത്തിട്ടില്ല. ഹെയർ ഞാൻ എന്താ ഇപ്പോൾ ഇങ്ങനെയാണ് കെട്ടിയേക്കുന്നത്. സാധാരണ സ്ഥിരം ചെയ്യുന്ന പോലെ കുറച്ച് എടുത്തിട്ട് ഇവിടെ സ്ലൈഡ് വെച്ചേക്കാണ്. ചിലപ്പോൾ എനിക്ക് തോന്നിക്കണേ ഞാൻ അഴിച്ചിടും. വെയിറ്റ്, അറിയില്ല എന്താ ചെയ്യാന്ന്. ആൻഡ് ദിസ് ഈസ് മൈ ഫൈനൽ ലുക്ക്. ഞാൻ നിങ്ങൾക്ക് ലൈറ്റ് ഇട്ടിട്ടും ലൈറ്റ് ഓഫ് ആക്കിയിട്ടുള്ള എൻ്റെ ഒരു ഇത് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇതാണ് ലൈറ്റ് ഓഫ് ആക്കിയിട്ടുള്ളത്. ഏതാ ഭംഗി? ഇതിൽ തന്നെ 3-4 ലൈറ്റ് ഉണ്ട്. ഓക്കെ, ഇതായിരുന്നു നമ്മൾ ഇട്ടിരുന്നത്. കൊള്ളാം. എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾ അറിയുന്നുണ്ടോ? ഞാൻ എൻ്റെ ആ ഒരു ഇതില്ലേ, ഇത് ഞാൻ കുറച്ചൊന്ന് കടുപ്പിച്ചു. ഫൗണ്ടേഷനും കൺസിലറൊക്കെ ഇട്ടപ്പോൾ അതങ്ങനെ മങ്ങിപ്പോയി. അപ്പം ഞാൻ ഐലൈനർ വെച്ചിട്ടൊന്ന് ഡാർക്കാക്കി. ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു, കാരണം ഇതിൻ്റെ വലിപ്പം കുറച്ച് പൊടിപ്പോയിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഒതുക്കാം. അപ്പോൾ വലിയ സീനില്ല. നമുക്ക് എൻ്റെ ഫുൾ ലുക്ക് കാണാം. ലുക്ക് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ബാക്ക്ഗ്രൗണ്ട് ഒന്നും ശ്രദ്ധിക്കണ്ട. ഭയങ്കര കച്ചറയിട്ടിട്ടുണ്ടോ ഞാൻ. ആൻഡ് ദിസ് ഈസ് മൈ ഫുൾ ലുക്ക്. ഇതാണ് സാരി. നല്ല അടിപൊളി സാരി, നല്ല അടിപൊളി കളർ. എനിക്കെന്തോ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ഓൾറെഡി പ്ലീറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ സാരിയുടെ ഫുൾ ലുക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് കല്യാണത്തിന് പോകാം. ഞാൻ പറഞ്ഞില്ല, ഈ ഒരു വ്ളോഗ് ചിലപ്പോൾ കല്യാണം പ്ലസ് മേക്കപ്പ് മിക്സ് ആയിട്ടുള്ള വ്ളോഗായിരിക്കും. അപ്പോൾ നമുക്ക് കല്യാണത്തിന് പോകാം അല്ലേ. ആൻഡ് ഫൈനലി ഇതാ ഞാൻ കാറിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും എന്നെ കാണാണ്ടായപ്പോൾ അമ്മയ്ക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു. സോ അമ്മേനെ അച്ഛൻ പോയിട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെ എന്നെ എടുക്കാൻ വന്നു കേട്ടോ. അത് കാരണം എനിക്ക് കുറച്ചധികം ടൈം കിട്ടി വീഡിയോ എടുക്കാനും അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാനൊക്കെ. അങ്ങനെ ഇതാ എന്നെ അച്ഛൻ പിക്ക് ചെയ്തു. ഇനി ഞങ്ങൾ ഒരുമിച്ച് പോയിട്ട് അമ്മേനെ പിക്ക് ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ കല്യാണത്തിൻ്റെ ഓഡിറ്റോറിയത്തിലേക്ക് പോകാനായിട്ട് കേട്ടോ. ഇവിടെ നിന്ന് ഒരു 15 മിനിറ്റ്സിൻ്റെ അടുത്തുണ്ടായിരുന്നു ഓഡിറ്റോറിയത്തിലേക്ക്.
യെസ് അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ അമ്മേനെ പിക്ക് ചെയ്യാൻ പോവുകയാണ്. എനിക്ക് എന്തോ ഇന്ന് തന്നെ നല്ലോണം ഇഷ്ടപ്പെട്ടത് കാരണം തന്നെ ഞാൻ നല്ലോണം ഫോട്ടോസും വീഡിയോസും ഞാൻ കുറേ ക്യാപ്ചർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അമ്മേനെ കൊണ്ടൊക്കെ ഞാൻ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഈ ഒരു സാരിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ കാരണം ഈ ഒരു സാരിയാണ്. പിന്നെ എൻ്റെ ബ്ലഷും ഈ ഒരു സാരിയുടെ കളറൊക്കെ ഏകദേശം ഒരുപോലെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ തന്നെ ഇഷ്ടപ്പെട്ടു. യെസ്, അച്ഛൻ ഗ്രീൻ ഷർട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. അമ്മ ഒരു ബ്ലൂ സാരി ആയിരുന്നു. എൻ്റെ സാരിയുടെ ഒറിജിനൽ കളർ ഇതാണ് കേട്ടോ. ഇതിന് എന്ത് കളറെന്നാണ് പറയാമെന്ന് എനിക്കറിയില്ല. നല്ല അടിപൊളി കളർ, അത്രേ പറയാനുള്ളൂ. പിന്നെ അച്ഛൻ ഇന്ന് രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മമ്മിയൊരു അമ്പലത്തിൽ അമ്മേനെ ഡ്രോപ്പ് ചെയ്തിട്ട് വരുമ്പോൾ അച്ഛൻ അമ്പലത്തിലൊക്കെ കയറിയിട്ടാണ് പിന്നെ എന്നെ പിക്ക് ചെയ്യാൻ വന്നത്. കാരണം അച്ഛനറിയാം ഞാൻ എന്തായാലും കുറച്ച് ലേറ്റ് ആവുന്നു. കാരണം വീഡിയോ എടുക്കണം, കാരണം മേക്കപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാനൊക്കെ എന്തായാലും ഞാൻ ലേറ്റ് ആവാറുണ്ട്. അത് എപ്പോഴും ഉള്ളതാണ് കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ അമ്മേനെ പിക്ക് ചെയ്തിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. യെസ്, അപ്പോൾ നമ്മൾ കല്യാണത്തിൻ്റെ ഓഡിറ്റോറിയത്തിലെത്തിയപ്പോൾ കറക്റ്റ് ടൈമായിരുന്നു. ചെക്കനെയും പെണ്ണിനും കയറുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഓഡിറ്റോറിയത്തിലേക്ക്. അപ്പോൾ ഇതാണ് ചേച്ചി, ഇതാണ് ബ്രൈഡ് ആൻഡ് ഗ്രൂം. ഓക്കെ, അപ്പോൾ ബ്രൈഡ് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ചേച്ചിയുടെ ക്ലാസ്മേറ്റാണ്. ഗ്രൂം വന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ ക്ലോസ് ഫ്രണ്ടിൻ്റെ മകനാണ് കേട്ടോ. ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷനുള്ളൊരു കല്യാണമായിരുന്നു. അത്യാവശ്യം നല്ല കുറേ പേരുണ്ടായിരുന്നു കേട്ടോ കല്യാണത്തിന്. പിന്നെ അച്ഛൻ്റെ ഫ്രണ്ട്സ് കുറേ പേരുണ്ടായിരുന്നു. യെസ്, അപ്പോഴേക്കും ഞാൻ അമ്മേനെ കൊണ്ട് ഞാൻ എൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, വീഡിയോസും ഫോട്ടോസും. പക്ഷേ എനിക്ക് ഇവിടെ നിന്ന് എടുത്ത ഫോട്ടോസ് അത്ര ക്ലാരിറ്റി ആയിട്ട് തോന്നിയില്ല. അതിനിടയിൽ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് വന്നപ്പോൾ ഞാൻ ഹായ് കൊടുത്തതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഉള്ളിൽ കയറി, നല്ല തിരക്കുണ്ടായിരുന്നു. അവരിതാ ഫാമിലി ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ബ്രൈഡ് ആൻഡ് ഗ്രൂമിനെ കാണാനായിട്ട്. എസ്പെഷ്യലി എനിക്ക് ആ ചേച്ചിയുടെ ബ്ലൗസിലെ ഹാൻഡ് വർക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഹാൻഡ് വർക്കായിരുന്നു കേട്ടോ. ആൻഡ് അപ്പോഴേക്കും അച്ഛൻ്റെ ഒരുവിധം എല്ലാ ഫ്രണ്ട്സും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവരെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബഹളമാണ് കേട്ടോ. എല്ലാവരും നല്ല സംസാരമൊക്കെ ആയിരിക്കും. അങ്ങനെ എല്ലാവരും സംസാരിച്ച് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് റീൽസ് എടുത്ത് ഭയങ്കര അവരെങ്ങനെ എൻജോയ് ചെയ്തിരിക്കുന്ന ടീംസാണ് കേട്ടോ. അങ്ങനെ അവർ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മളിതാ ഫോട്ടോ എടുക്കാനായിട്ട് സ്റ്റേജിൽ കയറി ഫോട്ടോ എടുത്ത് ഇറങ്ങി. അതിനുശേഷം നമ്മൾ ലഞ്ച് കഴിക്കാൻ, അതായത് സദ്യ കഴിക്കാൻ പോവുകയാണ്. നമ്മൾ തോന്നുന്നു ഒരു 12-12:15 നമ്മൾ സദ്യ കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. നല്ല അടിപൊളി സദ്യ കേട്ടോ. ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ഇത്രയും ടേസ്റ്റുള്ള സദ്യ ഞാൻ കഴിച്ചു. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമായി. ഇതിലൊരു കറി ഉണ്ടായിരുന്നു കേട്ടോ, അതായത് കോവയ്ക്ക, സബോള, തക്കാളി, തേങ്ങാപ്പാൽ എന്തോ വെച്ചൊരു കറി ഉണ്ടായിരുന്നു. അയ്യോ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഞാനത് 2-3 വട്ടം മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റാണ്. കുറേ ചോറുണ്ടു, അതുപോലെ തന്നെ 2 കൂട്ടം പായസം ഉണ്ടായിരുന്നു. എല്ലാവർക്കും സദ്യ ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള സദ്യ. എനിക്ക് തോന്നുന്നു പെർഫെക്റ്റ് ആണ് തോന്നുന്നു. കാറ്ററിങ് നല്ലതായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ എന്താ സാമ്പാർ വയ്ക്കാൻ വേണ്ടിയിട്ട് കൂടിയൊക്കെ നല്ല വട്ടത്തിലാക്കുന്നുണ്ടായിരുന്നു. എന്തായാലും വീഡിയോ എടുക്കില്ല, അപ്പോൾ കുറച്ചിങ്ങനെ വൃത്തിക്കാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സദ്യയൊക്കെ കഴിച്ചതാ വീട്ടിലേക്ക് പോയിട്ടോ. ഫൈനലി കല്യാണമൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. റൂം ഫുൾ മെസ്സായിട്ട് കിടക്കുകയാണ്. ഇനി എല്ലാം അടക്കി പറക്കി വെക്കണം. എൻ്റെ മേക്കപ്പ് ഒരു തരി പോലും പോയിട്ടില്ല കേട്ടോ. ഒരു ഗ്ലോ കണ്ടോ, ഇങ്ങനെ ഭയങ്കര ഗ്ലോ ആയിട്ടിരിക്കുന്നുണ്ട്. 2 ചീക്സും നല്ലോണം ഗ്ലോ ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ചീക്സ് മാത്രമല്ല, ഫോർഹെഡൊക്കെ. ഓക്കെ, അങ്ങനെ എന്താ പറയുക, കുറേ ദിവസത്തിന് ശേഷം ഒരു കല്യാണം അങ്ങോട്ട് കൂടി. എനിക്ക് തോന്നുന്നു ഞാൻ ലാസ്റ്റ് കല്യാണം കൂടിയത് ഏപ്രിലാണ് തോന്നുന്നുണ്ട്. യെസ് ഏപ്രിൽ. അപ്പോൾ 2 മാസത്തിന് ശേഷം 1 മാസത്തിന് ശേഷം കല്യാണം കൂടി. നല്ല കല്യാണം, നല്ല സദ്യ, അടിപൊളിയായിരുന്നു മൊത്തത്തിൽ. അപ്പോൾ ഈ ഒരു വ്ളോഗും ഇത്രയേ ഉള്ളൂ. യെസ്, അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു ഓൾ.